ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഇത് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടുള്ള തീരുമാനമെടുത്തിട്ട് അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക, ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്തതനുസരിച്ച് ജൂൺ 1 തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ജൂൺ 1 മുതൽ മലയാള സിനിമയ്ക്കിനി കംപ്ലീറ്റ് ഷട്ട് ഡൗൺ. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് ജി സുരേഷ് കുമാറാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ജൂൺ 1 മുതൽ ഇനി ഞങ്ങൾ മലയാള സിനിമ ചെയ്യില്ല. ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ ഒരു ജനവും ഞെട്ടിയില്ല? കാരണം സകല പടം പൊട്ടുകയാണ്. അപ്പോൾ ഈ പൊട്ടുന്ന പടത്തെക്കുറിച്ചോർത്ത് ഈ ഞെട്ടുന്ന വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഞങ്ങൾ മലയാളികൾ എന്തിന് ഞെട്ടണം എന്നുള്ളത് കേരളത്തിലെ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പെൻഷൻ പോലും കൃത്യമായിട്ട് ലഭിക്കാത്ത, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന, അല്ലെങ്കിൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത എത്രയോ ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. അവർക്കിടയിൽ നടന്മാരും നടിമാരും താരങ്ങളും ലക്ഷങ്ങളും കോടികളും വാങ്ങിക്കൊണ്ടുപോകുന്ന കഥവെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സങ്കടം പറയുന്നതിന് ഞങ്ങൾ എന്തിന് ഞെട്ടണം? നിങ്ങൾക്കത് പരസ്പരം പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കും മലയാളികൾ ഇപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഈ മലയാളികൾക്കിടയിലേക്ക് നിങ്ങൾ നൽകുന്ന സിനിമയുടെ ഒരു മൂല്യം, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന സിനിമയുടെ ഒരു ആശയം വളരെ വൃത്തിയുള്ളതാണ്, വ്യക്തതയുള്ളതാണ്, ആളുകൾക്ക് ദഹിക്കുന്നതാണ്, ഒരു കുടുംബസമേതം പോയിരുന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും അതിലൂടെ എന്തെങ്കിലും ഒരു ജീവിതത്തിലേക്കൊരു സന്ദേശം നൽകുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിനിമ നിർത്തുന്നതിൽ മലയാളികൾക്ക് ഒരുപക്ഷെ ഒരു സങ്കടവും ഉണ്ടാകില്ല. കുറച്ച് താരങ്ങൾക്കും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുമേ സങ്കടമുണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തിയത് ഞങ്ങൾ ഈ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ജനങ്ങളാണ്. അപ്പം ഞങ്ങളോടൊരു നീതി പുലർത്താത്ത സിനിമകളെ ഞങ്ങൾ വിജയിപ്പിക്കില്ല. അപ്പോൾ ആ സിനിമയിൽ താരമൂല്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ താരങ്ങൾക്ക് കോടികൾ കൊടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? 8, 10, 12, 15, 20, 50, 100 കോടി വാങ്ങുന്ന എത്രയോ താരങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. 1 രൂപയും 2 രൂപയും 3 രൂപയും 4 രൂപയും 5 രൂപയും ഒക്കെ കയ്യിലില്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട്. കേവലം ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിറങ്ങണമെങ്കിൽ പണ്ടൊക്കെ 20 രൂപ കൊടുത്തു പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. 15 രൂപ കൊടുത്ത് തിയേറ്ററിൽ കയറിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊന്നും ഈ പറഞ്ഞ സൗകര്യവുമില്ല. AC ഇല്ല, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങളില്ല. അതുപോലെ തന്നെ നമുക്കവിടെ വിഭവസമൃദ്ധമായ പാനീയങ്ങളോ അല്ലെങ്കിൽ മറ്റ് പലഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും ആ സിനിമ കണ്ട് ആസ്വദിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഇന്ന് തിയേറ്ററിൽ പോയി വേണ്ടുവോളം വാരി തിന്നിറങ്ങുമ്പോഴുള്ള സംതൃപ്തിയെ ഒരു പക്ഷേ മലയാള സിനിമ കാണാൻ പോകുന്ന ഒരു മലയാളി പ്രേക്ഷകനുള്ളൂ. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഒരാളെങ്കിലും ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഈ സിനിമകൾ നൽകുന്ന പ്രചോദനം എന്താണ്? പല സംസ്കാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക്, സംസ്കാരശൂന്യരായിട്ടുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് മലയാള സിനിമ അധപതിച്ചു പോകുമ്പോൾ ഇതിന് കാരണക്കാരായ എഴുത്തുകാരെയും അതുപോലെ തന്നെ ഇതിന് പണം മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെയും ഇതിന് കോടികൾ തങ്ങളുടെ വരുമാനമായിട്ട് വാങ്ങുന്ന ഈ നടീനടന്മാരെയും എന്തിന് ഞങ്ങൾ സംരക്ഷിക്കണം? ജൂൺ 1 മുതൽ മലയാള സിനിമയെ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ. അന്യഭാഷാ ചിത്രങ്ങൾ എത്രയോ ഉണ്ട്. തെലുങ്ക്, കന്നഡ, അതുപോലെ തന്നെ ഹിന്ദി സിനിമകളൊക്കെ എത്രയോ ഇറങ്ങുന്നുണ്ട്. കേരളത്തിൽ വന്ന് അന്യഭാഷാ ചിത്രങ്ങൾ എത്രയോ വളരെ വലിയ രീതിയിൽ മികച്ച കളക്ഷനുകൾ നേടിപ്പോയിട്ടുണ്ട്. കോടികളുടെ കളക്ഷനുകൾ നേടിയിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങൾ എത്രയോ ഈ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അന്യഭാഷാ ചിത്രങ്ങളിലെ കഥാമൂല്യത്തിനനുസരിച്ച് കോടികൾ ഈ കേരളത്തിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന്, മലയാളികളുടെ കൈകളിൽ നിന്ന് തന്നെ വാരിക്കൂട്ടി ഇവർ പോയിട്ടുമുണ്ട്. ആ ഒരു ഇടത്തിരുന്നാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മലയാള സിനിമ നിർത്താൻ പോവുകയാണെന്ന്. നിങ്ങൾ മലയാള സിനിമ നിർത്തണം.
എന്നുള്ളതാണ് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് പറയാനുണ്ടായിരിക്കുക. കാരണം നിങ്ങൾ ജൂൺ വരെ അത് നീട്ടിക്കൊണ്ടു പോകണ്ട, ഈ ഫെബ്രുവരി മാസം കഴിയുമ്പോഴേക്ക് തന്നെ നിർത്തിക്കോളൂ എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? വിദ്യാർത്ഥികൾക്കിടയിലേക്ക് സംസ്കാര ശൂന്യത പടർത്തുന്ന രീതിയിലുള്ള ഒട്ടും നിലവാരമില്ലാത്ത ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഗാനരംഗങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നിരന്തരം അഴിച്ചു പടച്ചു വിടുകയാണ്. ഇങ്ങനെ അഴിച്ചു പടച്ചു വിട്ട് ഈ കേരളത്തെ ഒരു വൃത്തികെട്ട നാടാക്കി മാറ്റുന്നതിൽ മലയാള സിനിമ ഈ അടുത്ത കാലം മുതൽ അങ്ങോട്ട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുറേ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ആ അക്ഷരങ്ങളെ പെറുക്കിയെടുത്ത് പ്രസംഗിക്കുന്ന രീതിയിൽ ഒരു പാട്ട് നിർമ്മിക്കുന്ന ആളുകളെയൊക്കെയാണെന്ന ആവശ്യം. കാതിന് കുളിർമയുള്ള പാട്ടുകളൊക്കെ മലയാള സിനിമയിൽ കേട്ടിട്ട് നാളുകളായി. കണ്ണിന് കുളിർമ പകരുന്ന നല്ല ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമുള്ള കഥകൾ കണ്ടിട്ട് കാലങ്ങളായി. നല്ല നിലവാരമുള്ള തമാശകൾ കേട്ട് ആസ്വദിച്ച് ചിരിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി. ചുണ്ടിൽ മൂളി നടക്കാൻ പറ്റുന്ന വൃത്തിയുള്ള വരികളുള്ള പാട്ടുകൾ കേട്ടിട്ട് വർഷങ്ങളായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ളവരോട് പറയാനുള്ളത്, നിലവാരമുള്ള കഥകൾക്ക്, നിലവാരമുള്ള അതിനനുസരിച്ച് പണം വാങ്ങാൻ പറ്റുന്ന നടീനടന്മാരെയൊക്കെ വെച്ച് വേണം നിങ്ങൾ സിനിമ എടുക്കാൻ. അപ്പോൾ സിനിമ വിജയിക്കും, തീർച്ചയായിട്ടും വിജയിക്കും. ഇനി അതുമല്ലെങ്കിൽ എത്രയോ കഴിവുറ്റ എത്രയോ ആളുകൾ ഈ കേരളത്തിലില്ലേ? പുതുമുഖങ്ങളെ വെച്ച് നിങ്ങൾ സിനിമ ചെയ്യാൻ തയ്യാറാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ ആളുകൾ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ അഭിനയിക്കാൻ കഴിയൂ എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. അപ്പം നിങ്ങൾ പുതുമുഖങ്ങളെയൊക്കെ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാകും. നല്ല നല്ല കഥകൾ കൊണ്ടുവന്ന്, നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവന്ന്, നല്ല പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകളെ വെച്ച് നിങ്ങൾ നല്ല സിനിമയുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ ശ്രമിക്കൂ. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ആ സിനിമ കാണാനും ആസ്വദിക്കാനും ഒരു കൂട്ടം ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തിയിരിക്കും. ഇവിടെ ഒരു തവണ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വലിയ വിഷയമായിരുന്നു, നമ്മുടെ നാടുകളിലൂടെ തോളിലൊരു സഞ്ചിയിൽ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഈ പോപ്കോൺ, ചോളപ്പൊരി എന്നൊക്കെ പറയും, ചോളം പൊരിച്ചെടുത്തുണ്ടാക്കുന്നത്. അതിന് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇറ്റോളം പോകുന്ന ഒരു പാക്കറ്റിന് 390 രൂപ നൽകേണ്ട അവസ്ഥ. ഒരു സിനിമ ടിക്കറ്റിന് 150 മുതൽ അങ്ങോട്ട് 200-300 രൂപയോളം ടിക്കറ്റിന്. പാർക്കിങ്ങിന് വേറെ പണം, ഒരു എന്തെങ്കിലും തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ അതിന് വേറെ, പുറത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ അതുമൊട്ടും ഇല്ലതാണ്. ഇങ്ങനെയൊക്കെ ചെന്നിരുന്ന് 1000-ഉം 2000-ഉം 3000 രൂപയും കൊടുത്ത് സിനിമ കാണാൻ ഇനി ആര് തിയേറ്ററിൽ പോകാൻ? നിങ്ങൾ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യേണ്ടാവും. OTT സംവിധാനത്തിൽ സിനിമകൾ വളരെ പരാജയപ്പെട്ട് തുടങ്ങുന്നു എന്നും സുരേഷ് കുമാർ പറയുകയുണ്ടായി. അങ്ങനെ OTTയിൽ സിനിമ കാണേണ്ട ഗതിയിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാണാനുള്ള സിനിമകൾ ഇന്ന് യൂട്യൂബ് പോലെയുള്ള മറ്റു മാധ്യമങ്ങളിലുണ്ട്. അതൊക്കെ എല്ലാവരും ഇരുന്നൊന്ന് കാണട്ടെ. നല്ല നല്ല കഥകൾ, നല്ല നല്ല ആശയങ്ങളുള്ള എത്രയോ മികവുറ്റ മലയാള സിനിമകൾ ഇന്നുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്ത എത്രയോ നല്ല സിനിമകളുണ്ടല്ലോ. ആ നല്ല സിനിമകളൊക്കെ ആളുകൾ വീണ്ടും കാണട്ടെ. നിങ്ങൾ തൽക്കാലം കുറച്ച് കാലത്തേക്ക് സിനിമ നിർത്തിവെക്കും. അപ്പോൾ നിലവാരമുള്ള ആളുകളും നിലവാരമുള്ള നടിമാരും നിലവാരമുള്ള നടന്മാരും അതുപോലെ തന്നെ നിലവാരമുള്ള പ്രതിഫലം വാങ്ങുന്ന ആളുകളുമൊക്കെ നിങ്ങൾക്ക് അടുത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവരെ വെച്ച് അവർക്കൊരവസരം കൊടുക്കുന്ന രീതിയിലേക്ക്, പുതിയ ആളുകൾക്ക് വലിയ വലിയ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുവാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രൊഡ്യൂസേഴ്സ് ചിന്തിച്ച് തുടങ്ങണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു നിലവാരമുള്ള ഒരു പുതിയ ഒരു ലോകം സൃഷ്ടിക്കുവാനാണ്. എന്നാൽ ചില എന്താ പറയുക, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, എന്ത് ചെയ്താലും അത് വലിയ കലാപ്രകടനമാണെന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോരുവാൻ മടിയുള്ള കാലഘട്ടത്തിലേക്ക് എത്തിച്ചു ചേർത്തത് നിങ്ങളൊക്കെ തന്നെയാണ്. ഈ താരങ്ങളെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പണം കൊടുത്ത് വളർത്തിയതും നിങ്ങൾ തന്നെയാണ്. ഇന്ന് ഞങ്ങൾക്കൊക്കെ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ മടിയാണ്. നിലവാരമുള്ള കഥയില്ലാത്തിടത്തേക്ക് ഞങ്ങൾ എന്തിനു വരണം?
ഇതിനു മുമ്പുള്ള പഴയ കാലഘട്ടത്തിൽ നല്ല സിനിമകൾ ചെയ്യുന്ന കാലഘട്ടം 95% സിനിമകൾ വിജയിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് കുറച്ച് മുമ്പ്. അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പണം കൊടുത്ത് അവരെ വളർത്തി. പിന്നീട് ഇന്നത്തെ ജനറേഷന് വേണ്ടി നിങ്ങൾ നിലവാരമില്ലാത്ത സിനിമകൾ ചെയ്യുന്നു. ആ നിലവാരമില്ലാത്ത സിനിമകൾ ചെയ്യുമ്പോൾ ആരും പോവാനോ കാണാനോ തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഇന്നത്തെ ജനറേഷൻ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ട് എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. അന്നത്തെ ജനറേഷനാണെങ്കിലും ഇന്നത്തെ ജനറേഷനാണെങ്കിലും ഇനി എന്നത്തെ ജനറേഷനാണെങ്കിലും ഒരു പബ്ലിക്കിൽ എത്തിച്ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനൊരിത്തി നിലവാരം വേണം. അപ്പോൾ അങ്ങനെയുള്ള നിലവാരമുള്ള സിനിമകൾ എടുക്കുക, പുതിയ പുതുമുഖങ്ങളെയൊക്കെ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കുക, കണ്ടെത്തുക. അതിൻ്റെ മറ്റു ടെക്നീഷ്യൻസിനൊക്കെ നിങ്ങൾ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു തീരുമാനം ഇനി ഈ ഒരു ചലച്ചിത്ര ലോകത്ത് എടുക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ഒറ്റ ഓർമ്മപ്പെടുത്തൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്.